ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ജസ്റ്റ് അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമാണിത്. ഒന്ന് കൃത്രിമ ഹൃദയം, രണ്ടാമത്തത് പേസ് മേക്കർ എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് ചെറിയ കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത് നോക്കിയാൽ കൃത്രിമ ഹൃദയം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അത് എന്ന് കണ്ടെത്തി, പിന്നെ അത് കണ്ടെത്തിയത് ആരാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ കൃത്രിമ ഹൃദയം 1982 ഡോക്ടർ റോബർട്ട് ജാർവിക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് ഹൃദയം കണ്ടെത്തിയത്. അപ്പോൾ അതിൻ്റെ പേര് അതുമായിട്ട് തന്നെ റിലേറ്റഡ് ആണ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ഈ കണ്ടൻറ്റിൽ തന്നെ കിടപ്പുണ്ട്. കൃത്രിമ ഹൃദയം 1982 ഡോക്ടർ റോബർട്ട് ജാർവിക് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യത്തെ കൃത്രിമ ഹൃദയമായ ജാർവിക് ഹൃദയം കണ്ടെത്തിയത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വർഷം, പിന്നെ ആരാണ് കണ്ടെത്തിയത്, അതിൻ്റെ ആദ്യത്തെ പേര്. ഇനി പേസ് മേക്കർ നോക്കിയാലോ. പേസ് മേക്കർ എന്താണ് സംഭവം? നമ്മുടെ ഹൃദയം എപ്പോഴും ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ എപ്പോഴും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയമാണ് നമുക്കുള്ളത്. അതിൻ്റെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞാൽ നമ്മളും നിലച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം നിലയ്ക്കാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് പ്രവർത്തിക്കാതെ വരാതെ ഒരു അവസ്ഥ ഉണ്ടാവരുത്, അങ്ങനെ ഇടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം ഇതിന് ഹൃദയത്തെ സഹായിക്കുന്ന കോശങ്ങൾക്ക് കേടുപറ്റാറുണ്ട്. മയോകാർഡിയം എന്ന് പറയുന്നൊരു കോശങ്ങളുണ്ട്. അതിൻ്റെ കോശങ്ങൾക്ക് ചിലപ്പോൾ ഇടയ്ക്കൊക്കെ കേടുപറ്റാറുണ്ട്. അപ്പോൾ ഹൃദയത്തെ മിടിക്കാൻ സഹായിക്കാനായി കൃത്രിമമായി വെച്ച് കൊടുക്കുന്നൊരു ഉപകരണമാണ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അപ്പോൾ പേസ് മേക്കർ എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. അപ്പം ഹൃദയത്തെ ഇടിക്കാനായിട്ട് സഹായിക്കുന്ന ആ കോശങ്ങൾ കേടുപറ്റുമ്പോൾ അതിനെ കൃത്രിമമായി ഇടിക്കാനായി സഹായിക്കുന്നതിനായി വെച്ച് പിടിപ്പിക്കുന്ന ഉപകരണമാണ് പേസ് മേക്കർ. അതിൻ്റെ പിതാവ് ആരാണ്? അതാരാണ് കണ്ടുപിടിച്ചത്? വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ് ഈ ഉപകരണം കണ്ടെത്തിയത്. പേസ് മേക്കർ കണ്ടെത്തിയ വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ്. നമ്മൾ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞത്, ഹൃദയത്തെക്കുറിച്ചും പേസ് മേക്കറിനെ കുറിച്ചും. നമ്മളെ വീഡിയോസിലൊക്കെ ഇതുപോലെ ചെറിയ ഇത് ഷോർട്ടായിയൊക്കെയാണ് പറയാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സാപ്പിലും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.